ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്, ഒരു ഇലയട. ഇലയട ഉണ്ടാക്കാനായി നമ്മൾ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. അതിനുവേണ്ടി നമ്മൾ ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങയും അതിനാവശ്യമായ ശർക്കരയും. നമ്മളിപ്പം മധുരം കുറവായിട്ടാണ്, നമ്മൾ ഒരുപാട് മധുരം എടുക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് ശർക്കരയെ എടുക്കുന്നുള്ളൂ. അതിനാവശ്യമായ തേങ്ങയ്ക്ക് ആവശ്യമായ ശർക്കര. പിന്നീട് ഈ പണ്ടത്തിലേക്ക് ചേർക്കാനായിട്ട് ചുക്ക്, ഏലക്ക, ജീരകം എന്നിവ പൊടിച്ചതാണ്. അത് നമ്മൾ ഈ തേങ്ങാ മിശ്രിതത്തിനോട് ചേർക്കാം. പിന്നെ നമുക്ക് മാവ് ചേർക്കാനായിട്ട് ഉപ്പ്, നെയ്യ് എന്നിവയുണ്ട്. ഓരോ സ്പൂൺ വീതം. ഇനി തുടങ്ങാമല്ലോ. തുടങ്ങാം. ഇനി നമുക്ക് ഇലയപ്പത്തിന് ഫില്ലിങ്ങിനായിട്ട് തേങ്ങയും അരക്കപ്പോളം തേങ്ങയുണ്ട്, അതിനാവശ്യമായ ശർക്കരയും ഏലക്കയും ജീരകവും ചുക്കുപൊടിയും കൂടെ പൊടിച്ചതും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആവണം. നല്ല മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇലയപ്പം ഉണ്ടാക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. അട ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ 1.5 കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യും ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂണോളം വരെ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയും ഉപ്പുമായിട്ട് മിക്സ് ചെയ്യാം. അത് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്യണം. നെയ്യ് ആവുമ്പം വെളിച്ചെണ്ണയെക്കാൾ നല്ല ടേസ്റ്റാണ്. നെയ്യ് എന്നാലും ഇലയിലൊന്നും നെയ്യ് ചേർത്തുകൊണ്ട് ഇലയിലൊന്നും മാവ് അധികം ഒട്ടിപ്പിടിക്കത്തുമില്ല. ആദ്യം നമുക്ക് ഈ മാവിലേക്ക് കുഴയ്ക്കാനായി 1/2 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ പരത്തുന്നത് പോലെ, നമ്മൾ ഈ ഇലയപ്പം പരത്തുന്നതിന് പോലെ അല്ല ഇതിന് ബാറ്റിൽ ശരിയാക്കുന്നത്. കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു ബാറ്റിലായിട്ടാണ് നമ്മളിത് ശരിയാക്കുന്നത്. ഇത് മാവ് അധികം ലൂസാവരുത്. ദോശമാവിനേക്കാൾ കുറച്ചും കൂടെ കട്ടി കുറച്ച് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ ഇതേപോലെ ലൂസായിട്ട്. മാവ് അധികം ലൂസും ആവരുത്, ഒരുപാട് കട്ടിയും ആവരുത്. ഇതേ ഒരു പരുവം. ഇനി നമുക്ക് ഇലയട ഉണ്ടാക്കാനായി ഇലയിലേക്ക് മാവ് ഒഴിക്കാം. 2 സ്പൂൺ മാവ് ഒഴിക്കാം. ശകലം കൂടെ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് അത് നമുക്ക് ദോശമാവ് പരത്തുന്നത് പോലെ പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ശകലം കൂടെ വയ്ക്കാം. നമ്മൾ ഫില്ലിങ് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ മടക്കുന്നത് പോലെ ഇല മടക്കി കൊടുക്കാം. ഇത് നമ്മൾ മടക്കുമ്പോൾ ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് അമർത്തരുത്, ഒരുപാട് പ്രസ് ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റുള്ള ഇലയടകളും നമുക്ക് പരത്തി കൊടുക്കാം. അപ്പം നമ്മുടെ ഇലയുടെയെല്ലാം പരത്തി ശരിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു സ്റ്റീമറിലേക്ക് വെക്കാം. വെള്ളം ഒഴിച്ച് ചൂടാക്കി ഇട്ടിട്ടുണ്ട് സ്റ്റീമർ, അതിലേക്ക് വെക്കാം. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. 15 മിനിറ്റ്. അപ്പം നമുക്ക് 15 മിനിറ്റോളം ഇരിക്കട്ടെ, നല്ലപോലെ വേവണം. അപ്പം നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കതെടുത്ത് നോക്കാം. അപ്പം നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. സൂപ്പറായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.